നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ വ്ളോഗ്സ് ബൈ കിരൺ ബ്ലാക്ക്. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. നമ്മുടെ ക്രിസ്മസ് ഒക്കെ ആയി തന്നെയാണ്. അപ്പോൾ ക്രിസ്മസിലേക്ക് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് വീട്ടിൽ. ഞങ്ങളൊക്കെ നോർമലി എല്ലാം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യണം വീട്ടിൽ. വീട്ടുകാരാണ് ചെയ്യാറുണ്ടായിരുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യാണ് വൈൻ. നമ്മൾ 2 ടൈപ്പ് വൈനാണ് ഇന്നത്തെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ പ്രൊസീജിയറിലേക്ക് കിടക്കാം. അപ്പോൾ എന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിന്നെ ഒരു മുന്നറിയിപ്പ്, ഇത് വിൽക്കാനോ വേറെ ഒന്നിനോ അല്ല, ഞങ്ങളുടെ വീട്ടിലെ ഉപയോഗത്തിന് വേണ്ടി മാത്രമാണ്. ഒരു അസംസ്കൃത വസ്തുക്കളും ഞങ്ങൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടില്ല, അത് നേരത്തെ പറയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വൈൻ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇത് നമ്മൾ വൈൻ ഉണ്ടാക്കാൻ പോവാണ്. 2 ഭരണി. അപ്പോൾ 2 വൈനാണ് നമ്മൾ ഇടാൻ പോണത്. ഒന്ന് മുന്തിരിങ്ങയും ഒന്ന് നെല്ലിക്കയും. അപ്പോൾ മുന്തിരിങ്ങ നമ്മൾ നോർമലി എപ്പോഴും ഇടുന്നതാണ്. നെല്ലിക്ക ഒരു വെറൈറ്റി, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് നെല്ലിക്ക വൈൻ. അപ്പോൾ അത് വേറൊരു ടൈപ്പ് രീതിയിലാണ് ഇടുന്നത്. നിങ്ങൾ ഇട്ടിട്ടുണ്ടാകുന്ന അറിയില്ല, അതും കാണിച്ചു തരാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ടും ആദ്യം തന്നെ ഇത് മേടിച്ചുകൊണ്ട് വന്നോളൂ മാർക്കറ്റിൽ നിന്ന്. ഇത് നമുക്ക് വൃത്തിയാക്കാം. വൃത്തിയാക്കി നമുക്കൊന്ന് വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം വൈൻ ഇടാൻ തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് കഴുകിയിട്ട് വരാം. യെസ്, അപ്പോൾ നമ്മൾ നെല്ലിക്ക കഴുകാൻ പോകണം കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളത്തിൽ നമ്മൾ ആദ്യം ഉപ്പിലൊന്ന് കഴുകും, എന്നിട്ട് സാധാ വെള്ളത്തിൽ കഴുകും. അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പിടാം. ഇതിനെ സഹായിക്കുന്നത് എൻ്റെ അമ്മ. ഇട്ടോ, അതിനകത്ത് ഇതൊന്നും നോക്കണ്ട, ഇത് വീടാണ്. ഇനി നമുക്കിത് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കാം. അങ്ങനെ നമ്മൾ കഴുകിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ട് വെള്ളം ഊറാൻ വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുന്തിരിങ്ങ കഴുകാം. നമ്മുടെ നെല്ലിക്ക കഴുകി കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് മുന്തിരിങ്ങ കഴുകാം. അങ്ങനെ നെല്ലിക്ക കഴുകി കഴിഞ്ഞ് ഇനി മുന്തിരിയും നമ്മൾ ഇതേപോലെ ഒരു ഉപ്പ് ഇത്തിരി ഇട്ടിട്ട്, കാരണം ഉപ്പിട്ടിട്ട് അതിനകത്ത് കഴുകിയിട്ട് പിന്നെ നോർമൽ വാട്ടറിൽ കഴുകണം. ആദ്യം ഉപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് നമ്മൾ നോർമൽ വാട്ടറിൽ കഴുകേണ്ടത്. മുന്തിരിങ്ങ നമ്മൾ 2 കിലോ, നെല്ലിക്ക 1.5 കിലോ ആണ് മേടിച്ചത്. മുന്തിരിങ്ങ 2 കിലോ കേട്ടോ. ഇത് നമ്മൾ ഒരേന്നായിട്ട് കഴുകിയിട്ട് അടർത്തി എടുക്കണം. അങ്ങനെ ഇതെല്ലാം കണ്ടോ, ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി ചീത്തയൊക്കെ കളഞ്ഞ് 300 ഗ്രാം ഇതുണ്ടായിരുന്നു. ഒരു 350 ഗ്രാമോളം വേസ്റ്റ് പോയിട്ടുണ്ടാവും. അപ്പോൾ 2 കിലോ മുന്തിരി ഉണ്ടാവും. 2 കിലോ മുന്തിരി. ഇനി നമുക്ക് ഇതൊന്നും കൂടി ഉപ്പിട്ട് കഴുകിയിട്ട് നോർമൽ വാട്ടറിൽ കഴുകിയിട്ട് വെള്ളം ഊറാൻ വെക്കാം. അപ്പോൾ നമുക്ക് ഉപ്പിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് ആദ്യം ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടാണ് നമ്മളിത് ക്ലീൻ ചെയ്തത്. കാരണം മുന്തിരിങ്ങ ഇതാണ് ഭയങ്കര പ്രാണികളുണ്ടാവും. അപ്പോൾ അത് കാരണം ഉപ്പിട്ടിട്ട് ഇനി നമുക്ക് ക്ലീൻ ചെയ്തത് നമുക്ക് ഉപ്പിലിട്ടിട്ട് ഒന്നുകൂടി കഴുകാം. ഓക്കെ, അപ്പോൾ 2 നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ, മുന്തിരിങ്ങയും നെല്ലിക്കയും. ഇത് നന്നായിട്ട് വെള്ളം ഒന്നുമില്ലാണ്ട് നന്നായിട്ട് ഡ്രൈ ആക്കണം. അപ്പോൾ നമുക്ക് ആദ്യം നെല്ലിക്ക ആദ്യം കഴുകി വെച്ച കാരണം നന്നായിട്ട് വെള്ളമൊക്കെ ഊറി പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് ഇത് അത്ര നേരം വയ്ക്കാം. അപ്പോൾ ഇത് ആദ്യം നെല്ലിക്കയുടെ വൈൻ ഉണ്ടാക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം. നെല്ലിക്കയുടെ വൈൻ ഉണ്ടാക്കേണ്ട എങ്ങനെയെന്ന് കണ്ടിട്ട് നമുക്ക് മുന്തിരിങ്ങയുടെ വൈൻ എങ്ങനെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നെല്ലിക്ക 1.5 കിലോ ആണ് ഉണ്ടാക്കുന്നത്. 1.5 കിലോ നമ്മൾ ഇതേപോലത്തെ പരന്നിട്ട് ഇടും. അപ്പോൾ ഇത് നമ്മൾ ചതച്ചിടണം. മുന്തിരിക്ക നമുക്ക് വെറുതെ ഇട്ടാൽ മതി. ഇത് നമുക്ക് ചതച്ചിടണം. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രോട്ടീൻസും വിറ്റാമിൻസും ഒക്കെ ഇതിൽ നമുക്ക് ആ വൈനിൽ കിട്ടും. നല്ലതാണ്. ഇത് പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ അടിപൊളി എന്താ പറയുക, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് നെല്ലിക്ക വൈൻ ഉണ്ടാക്കാൻ വേണ്ടത്. യെസ്, ഇതാണ് ഞങ്ങളുടെ വീഡിയോഗ്രാഫർ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ആദ്യം നമ്മൾ എന്തെന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? നെല്ലിക്ക വൈൻ്റെ റെസിപ്പിയാണ് കാണിച്ചു കൊടുക്കാൻ പോണത് അല്ലേ?
അപ്പോൾ നമ്മൾ ആദ്യം നെല്ലിക്ക, ശർക്കര ശർക്കര ഉണ്ടോ നമുക്ക് ഇതിനകത്ത് ഇടേണ്ടത്, പഞ്ചസാര അല്ല ശർക്കരയാണ് ഇടുന്നത്. ശർക്കര നമ്മൾ പൊടിച്ചിടണം, നെല്ലിക്ക നമ്മൾ ചതച്ചിടണം. ഇതൊക്കെ കൂടി നമുക്ക് ഒരു എന്താ പറയുക ചെറിയ അമ്മിയിലിട്ട് ഇടിച്ചിടിച്ച് ചതച്ച് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഭരണി ഇത് 5 ലിറ്റർ കൊള്ളണ ഭരണിയാണ് ഞാൻ മേടിച്ചേക്കണം കേട്ടോ. 2 എണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ നെല്ലിക്ക ഇടാൻ പോണേണ്. അപ്പോൾ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇടിച്ചെടുക്കാം. ഇത് നമ്മളെല്ലാം ഒന്ന് ചതച്ചെടുത്ത്, കറുകപ്പട്ട മാത്രം ചതച്ചിട്ടില്ല, അത് ചതക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ഒന്ന് വെറുതെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ശർക്കര പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഒരേ ശർക്കര വെച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. ശർക്കരയൊക്കെ പൊടിച്ചു, എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് നെല്ലിക്ക ചതയ്ക്കാം കേട്ടോ. നെല്ലിക്ക ചതയ്ക്കുമ്പോൾ ഇത് ഇങ്ങനെ വെച്ച് ചതയ്ക്കണം കേട്ടോ. ഈ പോയിൻറ്റും ഇങ്ങനെ തന്നെ രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് അതിൻ്റെ കുരു പൊട്ടാണ്ട് കിട്ടും കേട്ടോ. നമ്മളത് ഇത്രയും വെച്ചിട്ട് കണ്ടല്ലേ, ഇങ്ങനെ ചതച്ച് എടുത്താൽ മതി കേട്ടോ. അധികം ചതക്കേണ്ടത് ഇങ്ങനെ വയ്ക്കാം. 2-3 ഇടി അടിക്കുമ്പോൾ തന്നെ ചതയും. ഇനി ഇതെല്ലാം ചതച്ച് അങ്ങനെ എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിക്ക ചതച്ച് വെച്ചിട്ടുണ്ട്, ശർക്കര പൊടിച്ച് വെച്ച് ഇത് നമ്മൾ ഇടിച്ചും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇനിയും വേറെ 2 ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം, ഇടുന്ന സമയത്ത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഇതൊക്കെ നമ്മുടെ ഭരണിയിലേക്ക്, നമ്മൾ ഭരണി കഴുകി നല്ല വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചാക്കണേണ് കേട്ടോ. നമ്മൾ എല്ലാം യൂസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഇത് വേണം യൂസ് ചെയ്യാൻ, നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം യൂസ് ചെയ്യാനായിട്ടോ. അങ്ങനെ നമ്മുടെ ഭരണി എടുത്തിട്ട് ആദ്യം ഫസ്റ്റ് ലെയറായിട്ട് നെല്ലിക്ക ഇടുക കേട്ടോ. നെല്ലിക്ക ചതച്ചാണ് നമ്മൾ ഇടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സത്തുക്കളൊക്കെ പെട്ടെന്ന് ഇറങ്ങാനായിട്ട്. നമ്മുടെ മുന്തിരിയും പൈനാപ്പിൾ സാധാരണ വൈൻ പോലെ അല്ലല്ലോ. നമ്മുടെ നെല്ലിക്ക എന്ന് പറയുന്നത് കുറച്ച് ഫ്ലഷി ആയിട്ട് ഭയങ്കര ഇത്തിരി ഹാർഡ് ഫ്ലഷ് ആയിട്ടുള്ളൊരു ഇതല്ല. അപ്പോൾ അതിൻ്റെ സത്തുകൾ പെട്ടെന്ന് ഇറങ്ങാനും അതിൻ്റെ എല്ലാ ഗുണങ്ങളും നമുക്ക് പെട്ടെന്ന് കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ചതച്ചിട്ടത് കേട്ടോ. ഇത് ചതച്ചിട്ടത് ഒരു ലെയർ ഇട്ടതിന് ശേഷം ഒരു 2-3 ഇഞ്ചോളം ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ഇടിച്ച് വെച്ച ശർക്കര ഇടാം. ശർക്കര നമ്മൾക്ക് ചെറിയ ചെറിയ കട്ടയായിട്ട് ഇടാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. വെള്ളം ഒഴിച്ച് സെഡിമെൻറ്റേഷൻ തുടങ്ങുമ്പോഴത്തേക്കും 2 ദിവസത്തിനുള്ളിൽ ഇതെല്ലാം ഡൈല്യൂട്ട് ആയിക്കോളും കേട്ടോ. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഒരു ലെയർ ശർക്കര ഇടുക. നമ്മൾ ഇങ്ങനെ ലെയറായിട്ടാണ് ഇത് തീരണ വരെ ഇത് കണ്ടിന്യൂ ചെയ്യുക. അപ്പം ശർക്കര നെല്ലിക്കയുടെ അളവ് പോലെ തന്നെ ശർക്കര എടുക്കുക. നമ്മളിവിടെ 1-1.5 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ ശർക്കരയാണ് എടുത്തേക്കുന്നത്. അങ്ങനെ ശർക്കര ഇട്ടതിന് ശേഷമാണ് നമ്മുടെ സ്പൈസസ് ഇടുന്നത്. കറുകപ്പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ ഉണക്ക ഇഞ്ചി എല്ലാം കൂടി ചതച്ചത്, കുറച്ചും കൂടി ചതച്ചത്. കാരണം നെല്ലിക്ക ചതച്ചല്ല ഇട്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇതും ചതച്ച് തന്നെ ഇടുന്നത്, പെട്ടെന്ന് സത്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇതിട്ടതിന് ശേഷം ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇത് തന്നെ നമ്മളിങ്ങനെ ലെയറായിട്ട് കണ്ടിന്യൂ ചെയ്യുക. നല്ലപോലെ ഇതാക്കിയാൽ മതി. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പൊക്കത്തേക്കാണ് ബാക്കിയുള്ള വെള്ളം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഒരു ലെയറും കൂടി ഇടുന്നതിന് മുമ്പ് 1.5 പിടി സൂചി ഗോതമ്പ് കേട്ടോ. സാധാ ഗോതമ്പ് ഇടരുത്, സൂചി ഗോതമ്പ് ഇടുക. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഇട്ട് കഴിഞ്ഞാൽ കിഴി കെട്ടിയിടുക കേട്ടോ. ഇങ്ങനെ നുറുക്ക് പോലെ കിട്ടുന്ന നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഗോതമ്പാണെങ്കിൽ കിഴി കെട്ടിയിടുക. നുറുക്ക് ഗോതമ്പാണെങ്കിൽ ഡയറക്റ്റ് ഇടാം. നമ്മൾ എന്ത് വന്നാലും ഒരു സെഡിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് ഇടുമല്ലോ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നെല്ലിക്കയും കൂടി ഫില്ല് ചെയ്ത് കൊടുക്കുക. കാരണം ഭരണി നിറച്ച് വിടരുത്. ഭരണിയുടെ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് താഴത്ത് വേണം ഇടാനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര പാടായിരിക്കും. കാരണം ഇത് സെഡിമെൻറ്റേഷൻ കഴിയുമ്പോൾ കുറച്ചും കൂടി വോളിയം കൂടും. അത് കാരണം നിങ്ങൾ ഇടുമ്പോഴത്തേക്കും ഭരണി ഫുള്ളായിട്ട് ഇടരുത്. ഒരു 2-3 ഇഞ്ച് കുറച്ചിടുക. വെള്ളം ഒഴിക്കുമ്പോഴും എന്താ പറയുക, ആ ലെയർ പൊങ്ങി അതിൻ്റെ പൊക്കത്ത് വരരുത്, സെയിം ലെവലിൽ തന്നെ വെള്ളം. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ഇടുന്നത്, ചതച്ച നെല്ലിക്ക, ശർക്കര, പിന്നെ നമ്മുടെ സ്പൈസസ്,
പിന്നെ ഒരു 1.5 പിടി ഗോതമ്പും ഇട്ടിട്ടുണ്ട്. ഈ 5 ലിറ്ററിന്റെ ഒരു ഭരണിയിലാണ് ഞാൻ ഇട്ടേക്കുന്നത്. 1.5 കിലോ നെല്ലിക്കയ്ക്ക് 1.5 കിലോ ശർക്കര, അങ്ങനെയാണ് ഞാൻ എടുത്താക്കുന്നത്. കാരണം മധുരം കുറവായിരിക്കും, ഈ നെല്ലിക്കയുടെ വൈനിന് കുറച്ച് മധുരം കുറവായിരിക്കും. ഇനി നിങ്ങൾക്ക് മധുരം കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയുക, സെഡിമെന്റേഷൻ 7 ദിവസത്തെ സെഡിമെന്റേഷന്റെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കുന്നെങ്കിൽ കുറച്ച് മധുരം വരും, നമുക്ക് വൈകിട്ടെപ്പോഴും ആവശ്യമുള്ള ഒരു മധുരം. ഇപ്പോൾ ഇത്ര ഇട്ടാൽ പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ ശർക്കര 7 ദിവസത്തെ സെഡിമെന്റേഷന് ശേഷം റെസ്റ്റിംഗ് ടൈമിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നിറച്ച് ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിക്കും. ഞാനിത് ഓൾറെഡി തിളപ്പിച്ച് ആറ്റി വെച്ചേക്കണ വെള്ളം കേട്ടോ. ചിലവരൊക്കെ ഇതിന് കണക്ക് പറയും വെള്ളത്തിൻ്റെ, പക്ഷെ ഞാൻ കണക്ക് പറയുന്നില്ല. ഞാനെന്ന് പറയുന്നത് ഈ നമ്മൾ ഫില്ല് ചെയ്താക്കുന്നത് മുങ്ങിക്കിടക്കുന്നത് വെച്ചാൽ ഓവറായിട്ട് മുങ്ങിക്കിടക്കുന്നത് അതിൻ്റെ സെയിം ലെവലിൽ തന്നെ നമ്മൾ ഫില്ല് ചെയ്താക്കണമെങ്കിൽ അവിടെ ചിലവർ ഈ ഭരണി മൊത്തം നിറച്ച് വെക്കണം. അങ്ങനെ ചെയ്യരുത്, സെയിം ഇതിൽ തന്നെ. കാരണം ശർക്കരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് ഒന്നും കൂടി ലൂസ് ആവും. അപ്പോൾ അങ്ങനെ ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്കിനി വെള്ളം ഇതിനകത്തേക്ക് കുടിക്കാം. അപ്പോൾ ഇതേ തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് കണ്ടത്, ഇത്രയും ഫില്ലായിട്ടുണ്ട്. നമുക്കിനി ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളം ഒഴിക്കരുത്, കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് ഇടും ഇത് കഴിഞ്ഞിട്ട് ലാസ്റ്റ്. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള കമ്പോണൻസ് ആയിട്ട് ഈസ്റ്റ് പിന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടില്ല, ചിലപ്പോൾ ചീത്തയായി തന്നെ പോകും. അപ്പോൾ നമ്മൾ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ മാക്സിമം ഒഴിക്കാൻ നോക്കാം. അപ്പോൾ നല്ലപോലെ തിളപ്പിച്ചിട്ട് ആക്കി വെച്ച വെള്ളം കേട്ടോ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് വേണമെങ്കിൽ ഇളക്കാം. അപ്പോൾ നല്ല മരത്തവി, ഇതേ കണ്ടോ മരത്തവി, നല്ല മരത്തവി ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ് ഇളക്കുന്നത്. ഇതാവുമ്പോഴത്തേക്കും ഇളക്കാൻ കുറച്ച് പാടുണ്ടാവും. നെല്ലിക്കയും ശർക്കരയൊക്കെ ആയതാണ് നമ്മൾ ഇതുപോലെ അല്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ആവശ്യമായിട്ട് സെയിം ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് നമുക്ക് നമ്മൾ നല്ല മരത്തവി വെച്ചിട്ട് കേട്ടോ, സ്റ്റീലിൻ്റെ ഇതൊന്നും വെച്ച് യൂസ് ചെയ്ത് മരത്തവി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അത് വെച്ച് ഇതാക്കണം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചിലവർ യൂസ് ചെയ്യാറുണ്ട്. ഞാനൊക്കെ നോർമൽ ഈസ്റ്റാണ് യൂസ് ചെയ്യാറ്, അതാണ് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുന്നത്. നമുക്കിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഈസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിനി അടച്ച് വെക്കാം. അതുപോലെ ടൈറ്റ് ആയിട്ടൊന്നും അടച്ചു വെക്കരുത്, നോർമലായിട്ട് അടച്ചു വെക്കുക. കാരണം എന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ഈസ്റ്റ് കാരണം ഇനിയിപ്പോൾ സെഡിമെന്റേഷൻ നടക്കും. സെഡിമെന്റേഷൻ നടന്നിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്ത് തള്ളാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ടൈറ്റ് ആയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഉള്ളിൽ തന്നെ പിക്കപ്പ് ചെയ്യും. അപ്പോൾ നോർമലായിട്ട് അടച്ചു വെച്ചിട്ട് നമ്മൾ പ്രാണിയൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടി ഇതിൻ്റെ ചുറ്റും പ്രാണിയൊക്കെ വരും സെഡിമെന്റേഷൻ നടക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കെട്ടി വെക്കുക. ഒരു വെള്ള തുണി വെച്ചിട്ട് വെറുതെ എനിക്ക് മാത്രം വെളിച്ചം കൊള്ളാത്ത ഏതെങ്കിലും സൈഡിലോ കട്ടിൻ്റെ അടിയിലൊക്കെ ആയിട്ട് വെക്കാം. ഇത് നമ്മൾ 21 ദിവസമാണ് റെസ്റ്റ്. 21 ദിവസത്തിൽ 7 ദിവസം നമ്മൾ ഒരു ടൈം ഒരു 2-3 മിനിറ്റ് നമ്മൾ 1 മിനിറ്റ് ഒക്കെ ആയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്ക് ഭയങ്കര ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കാം. സൂര്യപ്രകാശം ഡയറക്റ്റ് കിട്ടാത്ത നല്ല ഡാർക്കായിട്ടുള്ള വെളിച്ചം കിട്ടാത്ത സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് 7 ദിവസം സെഡിമെന്റേഷൻ നടക്കുന്ന 7 ദിവസത്തേക്ക് നമ്മൾ ഇളക്കി കൊടുക്കണം. ഒരു 1 മിനിറ്റ് ഡെയിലി ഇളക്കി കൊടുക്കണം സെയിം ടൈം തന്നെ.
അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കിയുള്ള 21 ദിവസത്തിൽ 7 ദിവസം ഇളക്കി കൊടുത്തിട്ട് ബാക്കിയുള്ള ദിവസം റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നത്. ഇത് നമ്മൾ 21 ദിവസം വെക്കണമെന്നില്ല, നമുക്കൊരു 19-20 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് കൊടുക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ചതച്ചാണ് എല്ലാം ഇട്ടാക്കുന്നത്. എല്ലാം ചതച്ചിട്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ അതിൻ്റെ എല്ലാ സാധനങ്ങളും ഇറങ്ങി വരും. അപ്പോൾ നമുക്കിത് നെല്ലിക്കാവൈ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു പെട്ടിയിലാക്കിയിട്ടാണ് അടച്ചു വെക്കുന്നത് കേട്ടോ. അടച്ചു വെച്ചിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൻ്റെ ഒരു വെള്ളം നിറച്ച് അതിൻ്റെ പൊക്കത്ത് വെക്കണം. ഉറുമ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇത് വെച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ചോക്ക് വരച്ച് വെക്കും. അപ്പോൾ ഞാൻ ഈ പെട്ടിയിലാക്കിയിട്ട് ഇവിടെ വെക്കാം. കാരണം ഇവിടെ കട്ടിലൊക്കെ ഇല്ലാത്ത കാരണം നമുക്ക് ഇവിടെ ഡാർക്ക് സ്പേസ് തന്നെയാണ് ഇത് കുറച്ച്. അപ്പോൾ ഇതൊന്നുകൂടി ഡാർക്ക് ആവാൻ വേണ്ടിയിട്ട് ഞാൻ വെളിച്ചം കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇറക്കി വെക്കാം കേട്ടോ. അനക്കാണ്ട് ഒരു സൈഡിലോട്ട് തന്നെ വെക്കണം. ഇത് നമുക്ക് 21 ദിവസം റെസ്റ്റാണ്. അതിനകത്ത് 7 ദിവസം മാത്രമേ നമ്മൾ ഇതാക്കണുള്ളൂ, അനക്കി കൊടുക്കുക. ബാക്കിയുള്ള ദിവസം റെസ്റ്റാണ്. അപ്പം ഫസ്റ്റിലായി ഇത് നമുക്ക് മുന്തിരി വൈനിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ എന്താ എടുത്ത് വെച്ചത്, നമ്മൾ എന്ത് വൈൻ ഉണ്ടാക്കിയത്? നെല്ലിക്ക വൈൻ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിനടുത്ത് നമ്മുടെ മുന്തിരി വൈൻ. മുന്തിരി വൈനിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കാണിച്ചു തരാം. മുന്തിരിങ്ങ നമ്മൾ മുന്തിരിങ്ങ ക്ലീൻ ചെയ്തൊക്കെ വെച്ച് കണ്ടു. അത് നല്ലപോലെ ക്ലീനൊക്കെ ചെയ്ത് വെച്ച് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒപ്പം ആഡ് ചെയ്യേണ്ടത് ഇതേ കരയാമ്പൂ, ഇത് കറുകപ്പട്ട, അങ്ങനെയുള്ള സാധനങ്ങൾ. തക്കോലം, കരയാമ്പൂ, കറുകപ്പട്ട. പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് പഞ്ചസാരയാണ്. അപ്പം ഇതാദ്യം നമുക്ക് ഇതേ ഒരു ഭരണി നമ്മൾ നന്നായിട്ട് കഴുകി വെയിലത്ത് ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഫസ്റ്റ് മുന്തിരി ഒരു ലെയർ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് 2.300 മുന്തിരിയാണ് ഉണ്ടായിരുന്നത്. അതിനകത്ത് നമ്മൾ ക്ലീൻ ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കൊരു 300-350 ഗ്രാം പോയിട്ടുണ്ട്. എന്നാലും ഒരു 2 കിലോ ഉണ്ട്. 2 കിലോ മുന്തിരിങ്ങയ്ക്ക് ഞാൻ 2 കിലോ പഞ്ചസാരയാണ് എടുത്താക്കുന്നത്. ഒരു ലെയർ ഇതായി. ഇനി അതിനകത്തേക്ക് നമുക്ക് പഞ്ചസാര പൊട്ടിച്ചിടാം. അതെ, പഞ്ചസാര ഇടാൻ പോലെ കേട്ടോ. കുറച്ച് ലെയർ ഇട്ട് നമ്മൾ ലെയറായിട്ട് തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ലെയറായിട്ട് തന്നെയാണ് ഇടുന്നത്. ഒരു ലെയർ പഞ്ചസാര ഇട്ട് കഴിഞ്ഞതിന് ശേഷം കുറച്ച് തക്കോലം, കറുകപ്പട്ടി ചതച്ചിട്ടൊന്നും ഇല്ല, ഞാൻ ഡയറക്റ്റാണ് ഇട്ടാക്കുന്നത്. കാരണം ഇത് നമുക്ക് കുറച്ച് ഡേയ്സ് വെക്കുമല്ലോ. മറ്റേത് നമുക്ക് വേഗം എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അതൊന്ന് ചതച്ചിട്ടത്. ഇതിട്ടതിന് ശേഷം പിന്നെയും ഒന്ന് മുന്തിരി ഈ സെയിം പ്രൊസീജിയർ തന്നെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്തെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് സൂചി ഗോതമ്പ് ഇടാം. വലിയ ഗോതമ്പ് ഇടരുത്, സൂചി ഗോതമ്പ് തന്നെ മേടിച്ചിടാം. അല്ലെങ്കിൽ നുറുക്ക് ഗോതമ്പ് ആണെങ്കിൽ നിങ്ങൾ കിഴി കെട്ടിയിടണം കേട്ടോ. ഇത് വലിയ സൂചി ഗോതമ്പ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഡയറക്റ്റ് ഇടാം. ഇത് നമുക്കൊരു 1.5 പിടി ഇതിനകത്തേക്ക് ഇടാം. ഒരു പിടി 1.5 പിടി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇത് ഫില്ല് ചെയ്ത് ഗോതമ്പ് കൂടി ഇട്ട് വെച്ച് ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ പോലെ തന്നെ തിളപ്പിച്ചാറിയ വെള്ളം എടുക്കാം. അത് നമ്മൾ ഇതിനകത്തേക്ക് സെയിം ലെവലിൽ തന്നെ ഒഴിക്കാം. അങ്ങനെ നമ്മൾ ഇതിപ്പോൾ സെയിം ലെവലാക്കിയത് കണ്ടില്ലേ. ഇനി ഇതിനകത്തേക്ക് നമ്മൾ സെയിം ഇതുപോലെ തന്നെ ഈസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ പക്ഷെ കുറച്ച് എന്താ പറയുക, ഞാൻ നോർമൽ ഈസ്റ്റാണ് യൂസ് ചെയ്തേക്കണത്. കാരണം എനിക്കതാണ് ഇഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പത്തിനൊക്കെ നമ്മൾ നോർമൽ വീട്ടിൽ യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് നല്ല റിസൾട്ടായിരിക്കും. ഇനി എന്നിട്ട് ഇത് നമുക്ക് ഒരു മരത്തടി വെച്ച് തന്നെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു ഡയറക്ഷനിൽ തന്നെ ഇളക്കി കൊടുക്കണേ. ഇപ്പോൾ ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ക്ലോക്ക് വൈസിലേക്ക് തന്നെ ഇളക്കി കൊടുക്കണം. ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് അങ്ങനെ. ഇനി ഇത് നമ്മൾ ഇളക്കി
വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇനി നമുക്ക് സെഡിമെൻറ്റേഷനിലേക്ക് വിടാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അടച്ചു വയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് അടച്ചു വയ്ക്കുക. നോർമലായിട്ട് അടച്ചു വെച്ചതിന് ശേഷം തുണിയിട്ട് മൂടുക കേട്ടോ. തുണിയിട്ട് മൂടുക. സെയിം പ്രൊസീജിയർ തന്നെ. ഇതേപോലെ ഒരു ഡാർക്ക് പ്ലേസിൽ വയ്ക്കുക. 7 ദിവസം നമ്മൾ ഇളക്കി കൊടുക്കുക. വൺസ് ഇൻ എ ഡേ ഒരു ടൈമിൽ 7 ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ റെസ്റ്റ്. 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. പിഴിഞ്ഞെടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള റെസ്റ്റ്. അതൊക്കെ നമുക്ക് പയ്യെ വീഡിയോ കാണാം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബാക്കി പ്രൊസീജിയർ ഇതൊക്കെ ആയിട്ട് അടുത്ത പാർട്ടിൽ ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ദിസ് ഈസ് മീ കിരൺ. ബൈ.